അടുത്തൊരു ക്വസ്റ്റ്യനും അതേപോലെ തന്നെയാണ്. എ റെഗുലർ ഹെക്സഗൺ ഫോംഡ് ബൈ ടു ഓവർലാപ്പിംഗ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഒരു സമഭുജ ത്രികോണങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന സമഷഡ്ഭുജം. ഇവിടെ ഞാൻ ആ ഹെക്സഗണിനെ സമഷഡ്ഭുജത്തിനെ ട്രയാങ്കിൾ ആക്കിയിട്ട് ഭാഗിച്ചു. ഓക്കെ, ഇപ്പോ പച്ച ഭാഗത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ടോ അതേ ബൈ ടോട്ടൽ ട്രയാങ്കിളിന്റെ എണ്ണം വെച്ചാൽ പോരെ. കാരണം ഇവിടെ കാണുന്ന എല്ലാ ത്രികോണങ്ങളും തുല്യമാണ്. ഓക്കെ, അത് തുല്യമായിട്ടേ വരുള്ളൂ. കാരണം ഈ ആംഗിളുകളൊക്കെ ഇതിനുള്ളിൽ വരുന്നതും റെഗുലർ ഹെക്സഗൺ ആണ്. ഈ എന്താ പറയാ ഈ ചേർത്ത് വെച്ചിട്ടുള്ളതും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. അപ്പോ പച്ച ഭാഗത്ത് എത്ര ത്രികോണം ഉണ്ടോ അതേ ബൈ ടോട്ടൽ എത്ര ത്രികോണം. നോക്കി, 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ 6/12. ഓക്കെ, 6/12. ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ പാർട്ടിന്റെ ഏരിയ കണ്ട് പിന്നെ ടോട്ടൽ ഏരിയ കണ്ട് അതെങ്ങനെ കാണാം? ആദ്യം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണണം, √3a²/4. എന്നിട്ട് അതിനെ 2 ഗുണിക്കണം. ഓക്കെ, അപ്പൊ 2 ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. എന്നിട്ട് ഹെക്സഗണിന്റെ ഏരിയ കാണണം, 6√3a²/4 വെച്ചിട്ട്. ഇനി ഈ 2 ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്നും ഒരു ഹെക്സഗണിന്റെ ഏരിയ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. കാരണം ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടപ്പോഴും ഇത്രയും ഭാഗം നമ്മൾ 2 പ്രാവശ്യം കൂട്ടി. ഇത് 2 പ്രാവശ്യം കൂട്ടേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരു പ്രാവശ്യം കൂട്ടിയാൽ മതി. എന്നിട്ട് അത് മൈനസ് ചെയ്തെടുത്ത് എന്നിട്ട് ആ ഏരിയനെ നമ്മൾ ടോട്ടൽ ഏരിയ ആക്കി എടുക്കണം. അതിലാറ് നല്ലത് ഇങ്ങനെ ചെയ്യണല്ലേ. ജസ്റ്റ് ജോയിൻ ചെയ്താൽ കിട്ടുന്നതൊക്കെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ എത്ര ഉണ്ട്? 1 2 3 4 5 6. പുറത്തു 6 എണ്ണം. അപ്പൊ ടോട്ടൽ 12 എണ്ണം, ഉള്ളിൽ 6 എണ്ണം. അപ്പൊ 6/12 1/2. 2നെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 1/2.